ನೈಸ್ ನಿಟ್ಟ ಗೋವಿಂದಗೆ ರೀಪ್ಲ ಕೊಡ್ಕರೋ ಇದು ಇಸ್ಲಾಮಿಕ ಆಚಾರ ಅಲ್ಲ, ಇದು ಅನಾಚಾರ ದುರಾಚಾರ. നിന്റെ കണ്ടിട്ട് അങ്ങ് നന്നാവണയോ? അല്ല, ഇത് അങ്ങളെ ബൈ മിസ്റ്റേക്ക് ആക്കിടമാ, അങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ആക്കിടമാ. നീ എന്ത് വിചാരിച്ചേ? നിന്റെ അല്ല, ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലേ റസൂലിന്റെ കാലത്ത് ഇല്ലല്ലേന്ന്. ഇങ്ങനെ പന്തള്, ഇങ്ങനെ നിഞ്ചറ്, ഇങ്ങനെ ഡെക്കറേഷൻ ഇല്ലല്ല ബാവാ. നബി തങ്ങ ഇങ്ങനെ ആക്കിയിട്ടില്ലല്ല ബാവാ ഒക്ക. അങ്ങനെ നീ പള്ളിക്ക് മിനാർ എങ്ങനെ വെച്ച? നിന്റെ പള്ളിക്ക് റസൂലിന്റെ കാലത്ത് പള്ളിക്ക് മിനാർ ഇന്താ നീ ഫസ്റ്റ് പോയിട്ട് പള്ളിന്റെ മിനാർ എടുത്തിട്ട് പിന്നെ കൊടുക്കുക, ഡെക്കറേഷൻ എടുക്കോ. നീയാണ് നിന്റെ പള്ളിക്ക് കമ്മിറ്റി ആക്കിയ പ്രസിഡന്റ്, സെക്രട്ടറി, ഗൗരവാധ്യക്ഷ, മെമ്പർ, പദാധികാരി, സലഹ സമിതി കമ്മിറ്റി ആക്കിയിട്ടില്ലേ നിന്റെ പള്ളിക്ക്? ഞങ്ങളെ പള്ളിയല്ല, നിന്റെ പള്ളിക്ക് നീ കമ്മിറ്റി ആക്കിയിട്ടില്ലേ? റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് റസൂലുള്ളാഹി കമ്മിറ്റി ആക്കിറാ. എന്റെ സിദ്ദീഖ് റളിയല്ലാഹു സെക്രട്ടേറിയറ്റ് എന്താ പുതിയതല്ലേ? നിന്റെ അറബി കോളേജ്, ശരീഅത്ത് കോളേജ്, മദ്രസ അത് റസൂലിന്റെ കാലത്തിന്ത. നിന്റെ സിലബസ്, പാഠ്യപദ്ധതി, പുസ്തക ഇത് റസൂലിന്റെ കാലത്തിന്ത. വേണ്ട ചങ്ങായി, റസൂലിന്റെ കാലത്ത് നീ ഇണ്ടുപോയ സ്വിഫ്റ്റ് കാറുണ്ടാ? നീ കത്തലേ പോണ്ടേ? നീ അങ്ങ് പോയത് മാത്രം പിടിക്കണമെങ്കിൽ നീ അണ്ട് പോയ പോലെ കത്തലേ പോണ്ടേ? നീ സ്വിഫ്റ്റ് കാർ എടുക്ക തീരുവാ പൊക്കൂസ് ഇപ്പൊ എന്താക്കറോ? എന്തോ ആക്കണ്ട, ഇങ്ങതാ നാ കൊണ്ടോണ്ട. റസൂലിന്റെ കാലത്ത് ഇല്ലെന്നും സാരമില്ല. അത് ഖുർആനെതിരായില്ലെങ്കായി, അത് ഹദീസിനെതിരായില്ലെങ്കായി, അത് മഹാന്മാർ പറഞ്ഞ ഇജ്മാഇന് എതിരായില്ലെങ്കിലായി. ഏത് നല്ലതും കൊണ്ടുവരാ. ആ നല്ലത് കൊണ്ടുവന്നെങ്കിൽ അത് ഖുർആനെതിരാവോ തീരാ, അത് ഹദീസിനെതിരാവോ തീരാ. അങ്ങനെ കൊണ്ടുവന്നതായിട്ട് പള്ളിന്റെ മിനാറ, മദ്രസ, കോളേജ്, ബിൽഡിംഗ്, സിലബസ്, ഇതുപോലത്തെ പുതിയ പുതിയ ടെക്നോളജികള് അണ്ടത്തത് മാത്രം ആവണം ചെന്നെങ്കിൽ നീ അങ്ങനെ ഈ തൊണ്ട പൊട്ടിച്ചിട്ട് മൈക്കൽ മുണ്ടിയോണ്ടുള്ള മൈക്ക് അണ്ടുണ്ടാ? റസൂലിന്റെ കാലത്തുണ്ടാ? ഇല്ല. പക്ഷെ നീ എങ്ങനെ ഉപയോഗിച്ച അത് ഖുർആനെതിരല്ല, അത് ഹദീസിനെതിരല്ല, അത് പ്രമാണങ്ങൾക്കെതിരല്ല. അതുകൊണ്ട് നീ മൈക്ക് ഉപയോഗിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്തുകൊണ്ടുണ്ടാ? നല്ല കാര്യ, ജായിസായ കാര്യ. ഏത് ഖുർആനെതിരല്ലെങ്കിൽ, ഹദീസിനെതിരല്ലെങ്കിൽ, ഇജ്മാഇനെതിരല്ലെങ്കിൽ കൊണ്ടുവരാ. അപ്പൊ അതിൽ പെട്ടതായിട്ട് നബിദീന. പക്ഷെ അതിന്റെ ബേസിക്, അതിന്റെ അടിസ്ഥാന, അതിന്റെ ഫൗണ്ടേഷന് പണ്ടേ വേണോ? അതുണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങളൊട്ട സഹാബത്ത് കേട്ട് പൊന്നാരന് തിങ്കളാഴ്ചന്റെ നോമ്പ് നോക്കണല്ലേ നബിയെ? നിങ്ങളല്ല പറഞ്ഞ സുന്നത്ത് നോമ്പോക്കണോന്ന്? എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പോക്കല് സുന്നത്തുണ്ട്. അയാൾ കേട്ടോണ്ടു, നീ നോക്കിരേ, നോക്കട്ടെ, അത് വേറെ വിഷയ. ഏതായാലും തിങ്കളാഴ്ച വ്യാസം നോക്കണം, വേളാഴ്ച എന്ത് നോക്കണം നബിയെ? എല്ലാ വേളാഴ്ചയും നോമ്പ് നോക്കണം ചൊല്ല. കാരണം ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല അമലുകൾ, കർമ്മങ്ങൾ, ഞങ്ങളെ ഓത്ത്, ബൈത്ത്, നിസ്കാരം, സദക്ക, അത് ഇത് എല്ലാം അല്ലാഹു തആലാന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത് എല്ലാ വ്യാഴാഴ്ചയാണ്. ഡെയിലി മിത്തക്ക് പോകുന്നില്ല, അതൊരു സ്പേസിൽ നിൽക്കും. ഞങ്ങളെ എല്ലാ ഈ സൽക്കർമ്മങ്ങളെല്ലാം, ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യവും അതൊരു സ്പേസിൽ നിൽക്കും, അന്തരീക്ഷದಲ್ಲಿ സ്റ്റോപ്പ്. അത് വ്യാഴാഴ്ച ആകുമ്പോ യുർഫഉൽ അമാൽ, അമലുകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ യുർഫ അമലി വ അന സായിം. നാണ് നന്റെ അമൽ ഉയർത്തപ്പെടുമ്പോ നോമ്പുകാരനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുറേ. അപ്പൊ നിങ്ങൾ വ്യാഴാഴ്ച എല്ലാം നോമ്പോക്കറു. കാരണം നല്ലൊരവസ്ഥയിലുണ്ടാവുമ്പോൾ നല്ല നിലയ്ക്കല്ലോ പോത് പൊന്തു അല്ലേ അല്ലേ? നിങ്ങൾ ഒരു സപ്പോർട്ടും കൂടി കൊടുത്തെങ്കിൽ നല്ല ചന്തത്തിൽ പൊന്തല്ലേ? തിരിഞ്ഞിട്ടില്ല. അപ്പൊ നബിയെ തിങ്കളാഴ്ചന്റെ നോമ്പെന്തേ? സഹാബിങ്ങ കേട്ടാറ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫീഹി ഉലിതോ, ഫീഹി ഉലിതോ, ഫീഹി ഉലിതോ. അന്നാണ് നന്റെ ബർത്ത്ഡേ. അതുകൊണ്ടൊന്ന് നോമ്പെന്ന ആചാരം നിങ്ങൾക്ക് സുന്നത്തുണ്ട്. പക്ഷെ നോമ്പ് മാത്രാണോ വേറെന്തോ ആവലാൻ ചൊന്നിട്ടില്ല. ആ നാളിനെ നിങ്ങൾ ബഹുമാനിക്കണോ ചൊന്തോ, ആ നാളിനെ നിങ്ങൾ ഗൗനിക്കണോ ചൊന്തോ, ആ നാളിനെ നിങ്ങൾ പരിഗണിക്കണോ ചൊന്തോ, ആ നാൾക്ക് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കണോ ചൊന്തോ. അത് എങ്ങനെ കൊടുക്കണോ? നോമ്പ് ആവോ? നോമ്പേ ആണോ ചൊന്നിട്ടില്ല, നോമ്പ് ആവോ? ഇനി റെസ്പെക്ട് കൊടുക്കുന്ന എന്തെല്ലാം വയ്യുണ്ടോ? പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റ്, ഷീറണി, മൗലുദ്, ദിക്ർ, അത് ഇതെല്ലാം അല്ലാഹ്ക്ക് ശുക്ർ തന്നെ. ആ ബെല്ല് നിയമത്തിക്ക് ശുക്ർ എങ്ങനെയോ ആക്കാം. ഏ ശുക്ർ മമ്മദാജിന്റെ മോൻ ശുക്കൂറല്ല,
അള്ളാഹു താല ഞങ്ങൾ തന്ന നിയമത്ത് ഒരു ശുക്ർ വേണ്ടേ, ഒരു നന്ദി വേണ്ടേ, കൃതജ്ഞത വേണ്ടേ? നിങ്ങത്തെല്ലാം തല ആൾത്തുറുബാവ. ഞാൻ ഇത്രല്ല ടേഡായിട്ടൂടെ തൊണ്ട കീറിട്ടില്ല. നിങ്ങത്തെല്ലാം സപ്പോർട്ടാക്കുമ്പോ നക്കുന്നുണ്ട ബച്ചല് മറക്കിട്. നിങ്ങെന്ത് വിചാരിച്ചോ മൈക്ക കിട്ടുമ്പോ ഇയാൾക്ക് എന്ത് അല്ലേ അല്ലേ? അതുകൂടെ നിന്നിട്ട് നോക്കണം. അപ്പറയും നണ്ടൊട്ട് മേഘട്ട ഒരാള് ഉസ്താദ് 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 നണ്ടൊട്ടമേ ഒരാൾ കേട്ടിട്ടുണ്ടാ ഉസ്താദ് നിങ്ങെന്തല്ലേ എന്തേ നിങ്ങൾ ഇങ്ങനാക്കിയ 5 ഇങ്ങനാക്കിയ 10 എന്ത് വലക്കം നണ്ടൊട്ടമേ കേട്ടോ? ആര് തന്നോ? നല്ല മനുഷ്യന്മാരായ നിങ്ങയുണ്ട് തന്നങ്ങായി പോയി 5 ഇല്ലെങ്കിൽ അതും ഇല്ല. എത്ര ഉസ്താദ് മെല്ലെ ബഗീത്തി എന്താ മാർഗം. എത്രയോ ആട്ട് അള്ളാഹു തന്നതിൽ ബർക്കത്താക്കട്ടെ. അള്ളാഹു ഞങ്ങളെ വയലും ഫംഗ്ഷനും പൈസക്കുള്ള പണിയാക്കിയിട്ട് അള്ളാഹു മാറ്റാതിരിക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകട്ടെ. അപ്പൊ കൂടെ ഉള്ള കഷ്ട അത് ചൊന്നങ്ങറിയാം. നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ഈ മുണ്ടാണ്ട് 2 ഗಂಟೆ ദയിക്കുമുണ്ടല്ലേ, നിങ്ങളും ഭയങ്കര ടയർഡ് ആവുക. നിങ്ങൾക്കും അങ്ങനെ ഒരാടത്ത് എത്ര നേരം ഇരിക്കുക, ഒരാടത്ത് എത്ര നേരം നിൽക്കുക, ഒരാടത്ത് എത്ര നേരം ആടാ. അത് ബുദ്ധിമുട്ട് തന്നെ അല്ലേ? അപ്പൊ നിങ്ങൾക്കും ആ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഒന്നുണ്ടോ? ആയെങ്കിലാ കെല്ല് നിങ്ങൾ അപ്പുറം ആടുമ്പോ ഒരു സ്ഥലത്തല്ല ചൊല്ലുമ്പോ ഞങ്ങൾക്ക് 2 കൂട്ട റാഹത്താവിടൂ. 1 മിനിറ്റ് നിൽക്കറോ, 1 മിനിറ്റ് നിൽക്കറോ ചൊല്ലറോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും യാ നബി. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى حنت في السورة إلا إليك والغمام قد أضلت والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഞാൻ ചെല്ല് പിന്നെ പോയാൽ മതി. ഒന്നോ രണ്ടാമത് പണ്ടൊരു ചെല്ല് അറിയില്ല, ഞാൻ മറന്നു എഴുതിയിട്ടില്ല. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം പിരിശുമ്പോ കാണാ, എപ്പോഴും സലാത്ത് ചൊല്ലണ, നബി തങ്ങളെ സുന്നത്ത് പിന്നെ ഹയാത്താക്കണ, നബി തങ്ങളെ മേലെ എപ്പോഴും സലാത്ത് ചൊല്ലണ. അല്ലാഹു തആല ഒരിക്കലും തട്ടിക്കളയാത്ത അമല്, ഒരിക്കലും ബാത്തിലാക്കി കളയാത്ത അമല്, ഒരിക്കലും നിഷ്ഫലമാക്കാത്ത അമല് അത് സ്വലാത്ത് മാത്രമാണ്. ഞാൻ പാട്ടിച്ചൊന്ന വിഷയ പാതിയിലായതാ, വിഷയം ഫുള്ളായിട്ടല്ലേ? ഞാൻ എന്തോന്ന് ചൊന്നോണ്ട് വന്നോണ്ടിരുന്ന അത് ഫുള്ളായിരല്ലേ? അല്ല പാതിലായ ഇല്ലല്ലേ? അല്ല ഞാൻ എന്തോ നിങ്ങളെ നിപ്പാട്ടിയെ അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തോ വിഷയം ചൊന്നോണ്ടിരുന്ന അപ്പൊ അത് പാതിലായിരാന്നില്ലല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമ നാഫി ആക്കട്ടെ.
പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾ അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. ഉപകാരപ്പെടുന്ന ഇൽമ അല്ലാഹു തആല ഞങ്ങൾക്ക് നല്ലോണം തരട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അന്നാണ് ഇവൻ കരഞ്ഞത്, ഇവൻ ഓടിയത്. ഇന്നും ആ നബിദിനം വരുമ്പോൾ കരയുന്നവരുണ്ട്. നബിദിനം പാടില്ല എന്ന് പറയുന്നതിന് നബി തങ്ങളെ 12 അന്ന് പെട്ടിട്ടില്ല എന്ന് ഒന്ന് ചൊല്ലാറ്, പിന്നൊരിക്കൽ ചൊല്ലാറ് റബീഉൽ അവ്വൽ ആചരണ പാടില്ല. കാരണം എന്തുകൊണ്ടുണ്ടാ നബി തങ്ങളെ അബ്ബ ഉമ്മ കാഫിറായിട്ടിക്കട്. ഇതെല്ലാം അങ്ങ് ചൊല്ല ഡയലോഗ് സ്വന്തം ബോബർ അങ്ങനെ ചൊല്ലുവാറാ. നിങ്ങൾ ഈ മൈക്ക കെട്ടിയിട്ട് റോഡ് സൈഡിലല്ല നബി തങ്ങൾ അബ്ബ കാഫിർ ഉമ്മ കാഫിർ, നബി തങ്ങൾ അബ്ബൻ നരകത്തില് ഉമ്മ നരകത്തിലും ചൊല്ലുമ്പോ മദീനത്തെ റൗദയിൽ കടന്നിട്ട് ഇതെല്ലാം കാണ്ട റസൂലുള്ളാഹിക്ക് സമാധാനാവാ. നിങ്ങളെന്തോ വലക്കര സ്പീച്ചിലത് നിങ്ങൾ നബിദിനെ ആക്കണ്ട പോവാ. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്ങും ആവും. അല്ല ചൊല്ലുടെ വിഷയ നിങ്ങൾ ഇങ്ങനല്ല ചൊല്ലണ്ട. അത് എത്ര കൽബ് നമ്പളാവും. ആറ് കൊണ്ടുണ്ട അബൂജഹല്? ആര്? നബി തങ്ങളെ ഏറ്റവും വലിയ ശത്രു അല്ലേ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ബദ്ധവൈരി, അജന്മ ശത്രു. മാത്രല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു എല്ലാ നബിമാർക്കും വലിയൊരു പോക്കിരിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, എല്ലാ നബിമാർക്കും വലിയൊരു റൗഡിയെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്, ഒരക്രമിയെ. എന്നാൽ എന്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഫിർഔനാണ് അബൂജഹല്. ലഅനത്തുല്ലാഹി അലൈഹി. വലിയ അക്രമിയാണ്. ഹബീബായ നബി തങ്ങളെ നല്ലോണം വേദനിപ്പിച്ചവനാണ്. ബദറിൽ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും അവൻ ലോകം കണ്ട കാലം കണ്ട ഏറ്റവും വലിയ ഫിത്നക്കാരനാണ്. അല്ലേ അല്ലേ അല്ലേ? അവന്റെ മോനായിട്ടിക്കട മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. ചരിത്രം പഠിക്കണോ? നിങ്ങൾ ചരിത്രം പഠിക്കണോ? നിങ്ങൾ ബാലഗംഗാധര തിലകിന്റെയും അതുപോലെ തന്നെ SM കൃഷ്ണ ഞങ്ങളെ മുൻ മുഖ്യമന്ത്രി, അയാളത് മാത്രം സ്റ്റോറി പഠിച്ചാൽ മതിയാവല്ല. ഇത് ഈ ഹിസ്റ്ററി എല്ലാം പഠിക്കണതല്ലോ. ഹിസ്റ്ററി എല്ലാവർക്കും പഠിക്കണോ? സാബിറ കമ്പത വസതി, ഡൽഹി ആഗ്ര ഫോർട്ട്, അത് ഇത് എല്ലാം പഠിക്കുമ്പോ ഇതും പഠിക്കണോ? ഇസ്ലാമിന്റെ കേട്ടപ്പോ എന്തോ അറിയാല. നോക്ക പണ്ട് മദ്രസല അയാൾ ഫസ്റ്റ് റാങ്ക് എടുത്തത് മലായിക്കത്തി നിങ്ങളെ 10 ആള് പേര് ചൊന്നിട്ടു. അയാൾ ഇപ്പൊ വിളിയല്ലോ. നീ അയാൾക്ക് ഇപ്പൊ 43 വയസ്സുണ്ട്, 3 കിട ക്ലബ്ബ വിളിച്ചിട്ട് കേക്ക് 6 10 നബിമാരെ പേര് ചൊല്ലു. പണ്ട് നീ പ്രഥമ ബഹുമാനം കൊണ്ടേ 4 ഗ്ലാസ്. ഇപ്പൊ നാ സൈക്കോളജി മേങ്ങിട്ടതാണ്ട് നിക്ക് ഫസ്റ്റ് ചൊല്ലു. വേണ്ട നോക്കൊരു യാസീനോദു. അവൻ യാസീനോദ തുടങ്ങി ഞങ്ങൾക്ക് സർക്കാർ കണ്ട് ഗ്രൗണ്ട് വന്ന പോലെ തീർച്ചയില്ല. വായത്തുല്ലോ മന്നാമല്ല വായത്തുല്ലോ ഈ തുറിച്ചോ അല്ലേ തമാശ. അങ്ങനെ ചില ആൾമാർ കൊണ്ടേയില്ല, എല്ലാം മിസ് വട്ടാരാപ്പറൂത്തോട്. ഞങ്ങൾ മുസ്ലിം പേര് മുസ്ലിം, ഫാത്തിയ പണില്ല, യാസീന പണില്ല, ദീൻ അറിയാല, എന്തോ അറിയാം. 5 നേരം നിസ്കാരം ഇല്ല, എന്തും ഇല്ല. നബിദിനാചരണാക്കിറ, മൗലിദോദിറ എല്ലാം ആക്കിറ. ജാവിഡിയെ കെട്ടുവേണായിട്ട് 12 വേണായിട്ട് 2 ഗಂಟത്തോളം ഓടിയുന്ന സുബൈ ഗണിച്ചപ്പ പോന്നെ 10 കേൾക്കുമ്പോ ചൊന്നന്ത്രം കൊണ്ടുണ്ട നാണ് ജാവ് ലൈറ്റ് ഇട്ടേ. നീ ലൈറ്റ് ഇടണ്ട. എന്തൊക്കെ സുബൈ നിസ്കാരക്കല്ലാക്കിട്ട് ലൈറ്റ് ഇട പോയോ? അല്ല ഉസ്താദ് ഇട്ടതുക്ക് കൂലിയില്ലേ? ഇട്ടതുക്ക് എങ്ങനെ കൂലി? അല്ല നബിതങ്ങളെ ജന്മദിനല്ലേ, മുസ്തഫായ നബിതങ്ങളെ നാളല്ലേ, എന്നാ ഈലും ഞാനത് ഇട്ട സഭ ആ മഹബത്തുക്ക് കൂലിക്കോ. പക്ഷെ നിസ്കാരക്കല്ലാക്കിയ കുറ്റ അത് വലുതല്ലേ, അത് തപ്പും ചൊല്ല. പക്ഷെ ഫർള് അത് എടുക്കണ്ടേ, അത് വേണ്ടേ? അതെങ്ങനെ ഒഴിവാക്കൂ? എന്ത് ന്യായത്തിൽ ഒഴിവാക്കോ? സുന്നത്തെടുക്കും ചെന്നിട്ട് കുറെ ഹറാമേത്ത് കൂട്ടണമാ, സിയാർത്താക്ക പോണ്ടേ ചെന്നിട്ടോ ഉറൂസാക്കടെ ചെന്നിട്ട് കുറെ ഹറാമേത്താക്കടം അവിടെ പോയിട്ട് അത് പാടില്ലല്ലേ? അത് പാടില്ല, അത് ഒരിക്കലും പാടില്ല. ഹറാമ ഹറാമായിട്ട് തന്നെ ഒഴിവാക്കണ, കറാത്ത് കറാത്തായിട്ട് തന്നെ ഒഴിവാക്കണ. മുത്തുനബി തങ്ങളെ സുന്നത്ത് നല്ലോണം ജീവിതത്തിൽ വേണം. ഹബീബായ നബി തങ്ങളെ മേലെ നല്ല പിരിശപ്പാട് വേണം. ഹബീബായ നബി തങ്ങളെ ധാരാളം സലാത്ത് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്. പൊന്നാര നബിതങ്ങളെ കൽബ് തുറന്നിട്ട് പിരിശം വെക്കുന്നോന്, പൊന്നാര നബിതങ്ങളെ മനസ്സറിഞ്ഞിട്ട് പിരിശം വെക്കുറോളുക. പൊന്നാര നബിതങ്ങളെ മേലെ നല്ലോണം സ്വലാത്ത് ചൊല്ല. ആണുങ്ങക്ക് പെണ്ണുങ്ങക്ക് നബിതങ്ങളെ കാണും കേട്ടോ, മരിക്കറ മുന്നോളെ കാണും കേട്ടോ. നബിതങ്ങളെ പിരിശം വെച്ച ആൾമാർ നബിതങ്ങളെ കിനാവല് കാണാറ്.
എത്ര ആളെ കണ്ടാറ്? കയ്യാത്തണ്ട വിത്ത് മീ നാണോട് കൂടി കേൾക്കിற എത്ര ആളെ കണ്ടാറ്? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചൊല്ലറോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കണ്ണിയത്ത് ഉസ്താദ് കണ്ടാറ്? നിങ്ങ കണ്ണിയത്ത് ഉസ്താദ് ആർന്നു കൊത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വലിയ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യ, വലിയ മഹാന. ജീവിതത്തിൽ ഒരു ഹറാമ് പോയിട്ട് കറാഹത്ത് പോലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അത് ഭയങ്കര അത്ഭുതമല്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹറാമ് പോയിട്ട് കറാഹത്തേ വന്നിട്ടില്ലേന്ന്. കറാഹത്തിന് ഗോത്തായ എന്ത്? എതിർക്ക് തുപ്പല് കറാഹത്ത്, ബലത്തെ സൈഡിക്ക് തുപ്പല് കറാഹത്ത്, ചെരുപ്പിടാണ്ട് ടോയ്ലറ്റ് പോലെ കറാഹത്ത്, തലമറക്കാണ്ട് നിസ്കരിക്കല് കറാഹത്ത്. എതിർക്ക് തുപ്പിട്ടില്ല ജീവിതത്തിൽ. അയാൾ എത്ര വർഷം ജീവിച്ചിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങക്ക് പെണ്ണുങ്ങളുടെ വേല കേൾക്കറല്ലേ? അവിടെ സൗണ്ട് എല്ലാം ക്ലിയർ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? പെണ്ണുങ്ങളുണ്ടല്ലേ? അല്ല ഇതിൽ കീഴിൽ എഴുതിയൊരു സ്ത്രീയರಿಗೆ പ്രത്യേക സ്ഥലാവകാശ വാട തെങ്ങറമർത്ത അല്ലല്ലേ? അവിടെയും പന്തളെല്ലാം ഉണ്ടല്ലേ? പിന്നെ കാല അച്ചടിച്ച മയവല്ലേ? അത് അതേപോലെ ആക്കണം, അല്ലെങ്കിൽ അത് മേലാൽ എഴുതുതീരാ. പെണ്ണുങ്ങൾക്ക് അതിനുള്ള സൗകര്യം എല്ലാം ആക്കിയിട്ട് കൂടെ എഴുതി അർത്ഥമുണ്ട്. അല്ലാണ്ട് പെണ്ണു സ്ത്രീയರಿಗೆ പ്രത്യേക സ്ഥല ഞാൻ നോക്കുമ്പോ തെങ്ങളെ മറത്തു പോ. എന്ത് പ്രത്യേക സ്ഥല? അതെപ്പോഴും ഉള്ളതേ. ഇത് പ്രസ്തുല അച്ചുണ്ടി അടിച്ചങ്ങാവോ ഇങ്ങനെ കൊടുക്കും. മാഷാ അല്ലാഹു തആല ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരെയും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞാൻ ചെന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കറാഹത്ത് പോലെ അയാൾ ജീവിതത്തിൽ വന്നിട്ടില്ല. ഈ SKSSF, ഈ SKSBV, ഈ വിക്കായ ഇതെല്ലാം രൂപീകരണ ആക്കിയിട്ട് ഈ മക്കൾക്ക് വേണമായിട്ട് ദുആറുന്ന ആളായിട്ട് കിട മഹാനായ കണ്ണിയത്തോ. ചെറിയ ആളല്ല, അയാള് 90 വർഷത്തിലേറെ ജീവിച്ചിട്ട് അതിന്റെ ഇടയില് ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും വന്നിട്ടില്ല. അതായത് അയാളെ ജീവമാനത്തിൽ അയാൾ എതിർക്ക് തുപ്പിട്ടില്ല, വലത്തെ സൈഡും തുപ്പിട്ടില്ല. കറാഹത്തല്ലേ? അനിവാര്യ ഘട്ടത്തിൽ തുപ്പ. നിങ്ങൾ നണ്ട് നോക്കറു ബാവാ, പോണ്ട പണ്ട ബസ്സെല്ലാം നോക്കറു. എനിക്ക് ബസ് കണ്ടിട്ടില്ല. അനിവാര്യ ഘട്ട, സന്ദിഗ്ധ ഘട്ട, ഒഴിവാക്കാൻ പറ്റാത്ത പരിസ്ഥിതിയിൽ തുപ്പ. ഇപ്പൊ ഉദാഹരണക്ക് ഞാനിങ്ങനെ നടന്നോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ ബലത്തെ സൈഡിൽ ഉസ്താദുണ്ടോ, എതിർത്ത സൈഡില് അറിവില്ല. അപ്പൊ ഞാൻ എന്താക്കണം? എൻ്റെ എടുത്ത സൈഡിൽ ഉസ്താദുണ്ടോ, എതിർക്ക് ഇങ്ങനെ നടന്നോണ്ട് പോയോണ്ടുള്ള നക്ക് തുപ്പുണ്ട്. അപ്പൊ ഞാൻ എന്താക്കണം? ബലത്തെ സൈഡ് തുപ്പ. അപ്പൊ കറാഹത്തില്ല. എന്തേ കൂടെ തുപ്പിങ്ങിയാൽ മേൾക്കല്ല പോടോ? തെറ്റല്ലേ? ഞങ്ങൾ നോക്കിയാമാ ഞങ്ങ ബലത്തെ സൈഡ് തുപ്പിരോ, ഞങ്ങ ഇടത്തെ കയ്യിലേ തന്നെ കുടിച്ചോ, എളാപ മൂത്തു ഈല വന്നോണ്ടുണ്ടെങ്കിൽ അയാളെ നെഞ്ഞികേ തുപ്പിയോ? ഓ അർസുണ്ടോ? മുന്നമേ എന്താമത്തില്ല, നറുക്ക് മറിഞ്ഞത് കൊടുത്തിട്ടില്ല. എന്താ ആർക്കും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും എടുത്തില്ല മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനരുടെ മദദും ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ്. ശംസുൽ ഉലമ തങ്ങളെ ഉസ്താദാണ്. ഒരുപാട് ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ ഉസ്താദാണ്. മരിച്ചുപോയി. ആ മഹാന്റെ അടുക്കല് ഒരാള് വന്നിട്ട് ചൊല്ലൂല, നിബിതങ്ങളെ കാണുവേണായിട്ട് ഉസ്താദ് ദുആറക്കോണോ, നിബിതങ്ങളെ കിനാവില് കാണുവേണായിട്ട് ഉസ്താദ് ദുആറക്കോണോ. ഉസ്താദ് എടുത്ത വായിക്ക് കേട്ടെന്തോന്നുണ്ടാ, ഇന്നോളം നിബിതങ്ങളെ കണ്ടിട്ടില്ലേ? ഇത്ര ഏജ് ആയിട്ട് നബിതങ്ങളെ ഒരു വട്ടവും കണ്ടിട്ടേ ഇല്ലേ? അങ്ങനെ കേൾക്കണമെങ്കിൽ ആ മഹാൻ എത്ര വട്ടം കണ്ടിട്ടിക്കണോ? എത്ര വട്ടം കണ്ടിട്ടിക്കണോ? നബിതങ്ങളെ പല വട്ടവും കണ്ടു. ഒരവസരം കണ്ണിയത്തോറതാ ക്ലാസ്സിൽ വന്നിട്ടിരിക്കുമ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്. കണ്ണിൽ നിന്നിട്ട് ഇങ്ങനെ വെള്ളമൊഴുകുന്നു. സന്തോഷം കൊണ്ട് മഹാനതങ്ങനെ ഭയങ്കര ഹാപ്പിനെസ്സിലാണ്. കൂടെയുള്ള ഉസ്താദുമാർ, മഹാന്മാർ, ശിഷ്യന്മാർ കേട്ട്, അല്ല ഉസ്താദെ നിങ്ങെന്തേ ഇന്ന് ഭയങ്കര ജിഗറില്, ഇന്ന് ഭയങ്കര ഹാപ്പിയില്, ഇന്ന് ഭയങ്കര ലവളവിക്കല്, ഇന്നെന്താ ഭയങ്കര കൊശിയില് എന്ന് കേട്ടപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, മക്കള് ഞാൻ ഇന്ന് റസൂലുള്ളാഹി
തങ്ങളെ കിനാവ് കണ്ടപ്പോ ഞാൻ സാധാരണ നബി തങ്ങളെ കാണലുണ്ട്. ഇന്നലെ രാത്രി കണ്ടപ്പോ ഞാൻ നബി തങ്ങളോട് കേട്ട്, നബിയെ ഞാൻ നിങ്ങളെ പലവട്ടവും കണ്ടു നബിയെ, പക്ഷേ നിങ്ങളാ മുതുകത്തുള്ള പ്രവാചക മുദ്ര കണ്ടിട്ടില്ല. നബി തങ്ങളെ മുതുകത്തൊരു മുദ്ര ഉണ്ടോ? അല്ല വെച്ചൊരു സീലുണ്ടോ? ഖത്തുമുൻ നുബുവത്തിന്റെ ഒരു മുദ്ര ഉണ്ടോ? അത് നക്കിണ്ട് കാട്ടണ നബിയെ എന്ന് ചൊന്നപ്പോ ഹബീബായ റസൂലുള്ളാഹ് നക്കത് തുറന്ന് കാട്ടിട്ട് മഹാനായ കണ്ണിയത്തോരേ ഉസ്താദേ നക്ക് കാണവേണായിട്ട് നിങ്ങൾ ദ്വാരക്കൊണ്ടും ചൊല്ലുമ്പോ നീണ്ടോളെ നബി ഞങ്ങളെ കിനാവിലും കണ്ടിട്ടില്ലേ എന്ന് കേട്ടൂല. ഞങ്ങ മുറ്റി സ്വന്തം എന്ത് കേട്ടിയാല് അപ്പൊ ഞങ്ങളെ ഈമാൻ ഇപ്പൊ കറക്റ്റ് ആയിടാ. ഇപ്പൊ നണ്ടല്ലേ നിക്ക് കാണുമ്പോ ഭയങ്കര ഹോജരാജോട് പോലെ കാണില്ലേ നണ്ട കാണുമ്പോ ഭയ്യ പോകുമ്പോ കൈയെല്ലാം മുത്തണം ആവില്ലേ ഇപ്പൊ മനസ്സിൽ ഇല്ലേ? തെല്ല് ഒരു 4-5 നണ്ടൊട്ടിക്ക് തേക്കണം അപ്പറയും നിക്ക് കൈ മുത്തണ കൊത്തണ. കൽബ് നിന്നാണോ പൊറല്ല, കൽബ് ഹൃദയം. അള്ളാഹു മഹാന്മാരെ വർഗത്തുകൊണ്ട് മുഅ്മിനീങ്ങളാകുന്ന ഈ നല്ല മജ്ലിസിന്റെ വർഗത്തുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങളെ വർഗത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ കൽബ് നന്നാക്കി തരട്ടെ. ഞങ്ങളെ അമല് അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ ഇൽമ് അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും അള്ളാഹു നന്നാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഹബീബ് റസൂലുള്ളാഹിന്റെ മേലെ നല്ലോണം സലാത്ത്. ഒരിക്കലും അല്ല കളയാത്ത അമല് അള്ളാഹു ഇങ്ങനെ പരിശോധന ആക്കിയിട്ട് സ്കാനിങ് ആക്കിയിട്ട് ഷർത്ത് ഫർള് ഉത്തരം നോക്കാണ്ട് അല്ല കബൂലാക്കിയുടെ ഒരേ ഒരു അമല് സലാത്തു റസൂലില്ലാഹി. അതാണ് ഇമാമിങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ കിതാബിലെല്ലാം എഴുതി വെച്ചിറാറ്. എന്തുകൊണ്ടുണ്ട ഇബാദത്ത് അമല് കുറഞ്ഞങ്ങ നല്ലോണം എടുക്കണായ പണി സലാത്ത്. എന്തേ അത് ഒന്നാമത് ഗ്യാരണ്ടി അമല്, അത് തള്ളയല്ല, ഒരിക്കലും അല്ല തള്ളയല്ല. രണ്ടാമത് ഒരു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചെങ്കിൽ 1 റക്അത്തിന്റെ കൂലിയെ. അതേ ടൈമിൽ ഒരു സലാത്ത് ചൊന്നെങ്കിൽ 10 സലാത്തിന്റെ കൂലി. 10 സലാത്ത് ചൊന്നെങ്കിൽ 100 സലാത്തിന്റെ കൂലി. 100 സലാത്ത് ചൊന്നെങ്കിൽ 1000 സലാത്തിന്റെ കൂലി. 1000 സലാത്ത് ചൊന്നെങ്കിൽ 10,000 സലാത്തിന്റെ കൂലി. 10,000 സലാത്ത് ചൊന്നെങ്കിൽ 1 ലക്ഷം ചൊല്ലിയ കൂലി. 1 ലക്ഷം സലാത്ത് ചൊന്നെങ്കിൽ 10 ലക്ഷം ചൊന്ന കൂലി. 10 ലക്ഷം സലാത്ത് ചൊന്നെങ്കിൽ 1 കോടി സലാത്ത് ചൊന്ന കൂലി. അപ്പൊ നിങ്ങളെ ഏട് ഗ്രന്ഥത്തില് നിങ്ങളെ എടുത്തുമ്പലത്തുള്ള ഡയറിയില് സലാത്തിന്റെ വണ്ണം കൂടട്ടെ, അതിന്റെ എണ്ണം കൂടട്ടെ, അതിന്റെ സംഖ്യാബള കൂടട്ടെ, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. കാരണം എന്ത്? മനുഷ്യരായ ഞങ്ങൾ ചെയ്യുന്ന ഒരു അമല്, മനുഷ്യരായ ആണുങ്ങളായ പെണ്ണുങ്ങളായ ഞങ്ങൾ എടുക്കുന്ന ഒരു പണി, ഒരു സ്വറ അല്ല എടുക്കുന്നെങ്കിൽ അത് സ്വലാത്ത് മാത്രായിട്ടിക്കട്. ഞങ്ങൾ നിസ്കരിക്കണോ? അല്ല നിസ്കരിക്കില്ല. ഞങ്ങൾ നോമ്പ് നോക്കണോ? അല്ല നോമ്പ് നോക്കില്ല. ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ? അല്ല ഹജ്ജ് ചെയ്യില്ല. ഞങ്ങൾ വഅല് ചൊല്ലണോ? അല്ല വഅല് ചൊല്ലില്ല. ഞങ്ങൾ വഅല് കേൾക്കണോ? അല്ല വഅല് കേൾക്കില്ല. പക്ഷേ അല്ലാഹു തആല ചെയ്യുന്ന ഒരു അമലുണ്ട്. ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലണോ. അടിമകളായ ഞങ്ങ യജമാനനായ റബ്ബെടുക്കുന്ന പണിയിൽ കൂറാകുന്നെങ്കിൽ, ഷെയറാകുന്നെങ്കിൽ, പാർട്ട്ണറാകുന്നെങ്കിൽ, പങ്കാളികളാവുന്നെങ്കിൽ അത് സ്വലാത്തിന്റെ പേരിൽ മാത്രമാണ്. മുസ്തഫായ റസൂലുള്ളാഹി, മുസ്തഫായ റസൂലുള്ളാഹി, മുസ്തഫായ റസൂലുള്ളാഹി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സലാത്ത് മൗലിദും സലാത്തെ. മൗലിദും ചൊന്നെങ്കിൽ എന്തോ അത് സലാത്ത്.
ಮೌಲುದು ಚೊನ್ನಂಗಂದ್ರ ನಬಿ ತಂಗಳ ಜನನ ಮರಣ, ನಬಿ ತಂಗಳ ಸ್ಥಾನ ಬಹುಮಾನ, ನಬಿ ತಂಗಳ ಮೂಜಿಜತ್ತು, ಇದೆಲ್ಲ ಚೊಲ್ಟ ವಿಷಯ. ಅದನ್ನೆಲ್ಲ ಮೌಲುದು ಅಲ್ಲೇ ಅಲ್ಲೇ ಅದು ಓಡ್ದು ಬಂದೋಸ್ತ. ಅದು ಕುರ್ಆನ್ന്റെ കോപ്പി. കുർആനിൽ അങ്ങനെ മേലെ. കുർആനിൽ മൂസാ നബിന്റെ മൗലിദില്ലേ? ഖുർആനിൽ മറിയം ബീബിന്റെ മൗലിദില്ലേ? എന്തൊരു ഉസ്താദ് നിങ്ങൾ ചൊന്നിട്ടെല്ലാം ഓവറായ. ഒരു ഓവറും ആയിട്ടില്ല. സൂറത്ത് മറിയമില്ലേ ഖുർആനിലില്ലേ? നിങ്ങൾക്ക് തല ആട്ടൂർ ഉണ്ടായില്ലേ? ആർക്ക് ഓതിയോണല്ലേ ഉണ്ടായില്ലെന്ന് കൊന്തു. ആരോ രണ്ടാള് മംഗല പെണ്ണ് നോക്ക വേണായിട്ട് പോയാറൂല. പോയോന്റെ പേര് ഒന്ന് യൂസുഫ്, പിന്നൊന്നു യാസി. നല്ല പേരല്ലേ അല്ലേ? പുതിയ പിള്ളാറ് യാസി, സോറി, മുഹമ്മദ് യാസി. ಫಾರ್ ಎಕ್ಸಾಂಪಲ್, ഉദാഹരണಗೆ അങ്ങനെ ഈ യൂസുഫും ഈ യാസീനും പോയാറ്. രണ്ടാളും മെല്ലെ ചെഡ്ഡി ദോസ്തി, ഖാസ് ബ്രോ, ഭയങ്കര ചങ്ക് ദോസ്ത്. അവനക്ക് യാസീനക്ക് പെണ്ണ്. അങ്ങനെ ഏകദേശമുള്ള അവനക്ക് ആവിടുന്നെല്ല ആയത്. നല്ല നിസ്കാരം, നല്ല പാടും, ഓത്തും ബൈത്തെല്ലാം ഉള്ളങ്ങ്. തപ്പൊരി പിള്ളമാർ ഗാഞ്ച ഭംഗി വലിക്കറങ്ങന്തോ അല്ല. ദീനും ദുനിയാവില്ലാത്ത ആളല്ല. റായത്തങ്ങ പെണ്ണ് നോക്കിയിട്ട് ടൈം പറയുമ്പോഴത്തേക്ക് മാത്രം അത് ഊറിസ്തിരിക്കുക പള്ളിക്ക് വണ്ടവണോ അല്ല. അങ്ങനത്തെ ആൾമാരല്ല. 4 തിങ്ങൾക്ക് മാത്രം പള്ളിക്ക് വണ്ടെങ്കിൽ എന്തേ പെണ്ണ് നോക്ക തുടങ്ങിയാറ്. പെങ്ങന്മാർ ആങ്ങളൊക്കെ പെണ്ണ് നോക്ക തുടങ്ങിയാറ്. ആ ടൈമിൽ ആങ്ങളെ പള്ളിയില്ലേ സൗബിക്കലോ എന്തേ മോണക്ക് ഒന്നുണ്ട്. ബണ്ടെങ്ങ ഫസ്റ്റ് കേക്കറ ഉസ്താദ് റൊട്ട ഉസ്താദ് മമ്മദ് ആജിറ മോണ നിങ്ങൾക്ക് ഓന്തുണ്ടാ? ആറ് അതാ സുലൈമാന്റെ ഏളയ, അവിടെ കൃഷ്ണാപുരത്ത് ബേക്കറി ഉള്ള അവന്റെ ഏളയ. ഗൊന്തു ആളെങ്ങനെ പള്ളികളെ ജമാത്തുകളെ കാണ്ട. ഏബേ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല. ഇവിടെ 3 വർഷമായി. ഒക്ക പെരുന്നാൾക്ക് കണ്ടാറാ? എല്ലാരും പെരുന്നാൾക്ക് കൈ തന്തറാറ്, കെട്ടിപ്പിടിച്ചിറാറ്. ആയെങ്ങും ഓണ്ട കണ്ടിട്ടില്ല. അല്ല ഉസ്താദ്, പിന്നെ കൂടെ റബീഉൽ അവ്വൽ, ബറാത്ത് ജാവു, മിയറാജ് ജാവു, അത് ഇത് നബിദിന അതെല്ലാം ഉണ്ടല്ലേ, അതിലവന്റെ കണ്ടാറാ? ഞാൻ അള്ളാണ് നേരെ കണ്ടിട്ടില്ല. അല്ല ഉസ്താദ്, ഇവിടെ വിക്കായത്തെ കുറെ പുള്ളന്മാർ SPBന്റെ കിടാക്കെല്ലാം ഉള്ളാറല്ലേ, എല്ലാ വിഷയത്തിലും എതിരിൽ നിന്നിട്ട് അയിലപ്പങ്ങളൊക്കെ കണ്ടാറാ? ഞാൻ അള്ളാണ് നേരെ കണ്ടിട്ടില്ല. അങ്ങ് പിടിയായി അങ്ങ് ഓപ്പോസിറ്റ് ചെയ്യാ. ഇനി ഇതിന്റെ അപ്പുറം കേൾക്കണമെന്നില്ലല്ലേ? ഇത് അറിഞ്ഞിട്ടേ ഇന്നലെ തന്നെ ജമാഅത്തൊക്കെ പറ തുടങ്ങിയതാ. ഇങ്ങനെ പേടിക്കണ്ട ഉസ്താദ്. പിന്നെ ഇപ്പൊ പിന്നെ ഒന്നുണ്ടോ, ഏതോ ഒരു ഉസ്താദിന്റെ റായത്തൊക്കെ വിട്ടാറൂല. എന്തൊരു വിഷയം ഒന്നുണ്ട, പുതിയ ആപ്പിളൊരു വിഷയം ഉള്ള പോലെ ചൊത്തയാള് റായത്തങ്ങ തയ്ക്കാണ്ട് കിടത്തിയാറ്. പുറത്തനമായും തച്ചിലെടുത്തിയാറ്. കമ്മിറ്റി അംഗമേ ഉസ്താദെ നിങ്ങൾക്ക് വേണാന്ന്, നിങ്ങളെ പണിയെടുത്തങ്ങ് വയ്യാവേലേ. അപ്പൊ അയാൾ കേട്ടോല്ലോ ഞാൻ എന്ത് പണിയെടുത്തിപ്പാ. അങ്ങനെ നന്നോട്ട് മന്ത്രി കേട്ടത് ഗാഞ്ച വലിക്കറാണ്, ബങ്കി വലിക്കറാണ്, ബ്രാൻഡി ഷുഗർ ജവാനുണ്ടാന്നല്ല. നന്നോട്ട് കേട്ട് ജമാഅത്തൊക്കെ കണ്ടാറാ? ഞാൻ കണ്ടത് കണ്ട പോലെ ചെല്ലണ്ടേ? പ്രസിഡന്റായ നിങ്ങമേ പണ്ട് ആട്ടിക്കുരിക്ക പുണ്യമ കുറിക്ക, പിന്നെ അവന്റെ കാണ്ട നാണത് അങ്ങനെ മേശൊന്ന് നന്നോട്ടങ്ങ് വേറൊന്നും കേട്ടിട്ടില്ല. പിന്നെ അങ്ങ് കേട്ടാറു വേലൂരോടെ കണ്ടാറാ? കൂടെ റബീഉൽ അവ്വലിന്റെ നബിദിന പ്രോഗ്രാം ഉണ്ട്, റബീഉൽ ആഖിറ റാത്തിബ് പ്രോഗ്രാം ഉണ്ട്, തിങ്കളിൽ സലാത്തുണ്ട് പള്ളിയിൽ. നിങ്ങളെ കാണില്ല പ്രസിഡന്റോ സെക്രട്ടറിയോ, അവന്റെ ഇൻറ്റു കണ്ടിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ മേശൊന്ന്. ഇത് തപ്പല്ലോ ഉസ്താദ്, കറക്റ്റ് ആയെങ്കിലും നിങ്ങൾ പോറു. അയാൾ പോയി. ಅದಕ್ಕೆ ಚೊಂದ ಇಪ್ಪಂದಾಗ ಅಂತಂದ್ರೆ ಆಳ್ಮಾರ್ಗೆಲ್ಲ ಕೊಸಿಯಾನು ನೆಲಕ್ಕೆ ವ್ಯಾಲ್ಯೂ ಚೊಲ್ಲೋಣೋ ಬೇಜಾರಾವಿಡ ಬಳಕ ചൊല്ലതീറാ. ಅದಕ್ಕೆ നിങ്ങൾ പോയിട്ട് ഔത്തു നിങ്ങളെ പെഞ്ഞാരോട്ട് ചൊല്ലോറും. ഞങ്ങളെ കിട്ടല ಅದಕ್ಕೆ അല്ലാഹു തആല ഹക്ക് പോലെ പറയാൻ അല്ലാഹു മുഅ്മിനീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അത് പറയണോ? ബായി ഓപ്പൺ ആക്കിയ അല്ല, ആരെയും പേടിക്കണമെന്നില്ല. ചോറ് വാടിയും കിട്ടും, നിങ്ങൾക്കും കിട്ടും. ആൾമാർക്ക് വേണമായിട്ട് സത്യം മറച്ചു വെക്കണമെന്നില്ല, ഹക്ക് മറച്ചു വെക്കണമെന്നില്ല, ആൾമാർക്ക് സോപ്പിടണമെന്നില്ല, ഹക്കും ബാത്തിലും നോക്കാണ്ട് ജീവിക്കണമെന്നില്ല. അല്ലാഹു തആല ഞങ്ങളെ നല്ലവരെ ബർക്കത്തുകൊണ്ട് നന്നാക്കി തരട്ടെ. ഞങ്ങൾ നല്ലവരല്ല, ഞങ്ങൾ ഈ പറയുന്ന വസ്തുക്കളൊന്നും ഉള്ളോരല്ല, എന്നാലും നല്ലവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കട്ടെ. അങ്ങനെ ഈ ജണ്ടാളുണ്ടല്ലേ, ഈ ജണ്ടാൾ പെണ്ണ് നോക്ക് പോയിട്ടാകുമ്പോ അവിടെ പെണ്ണ് റബ്ബയും അയാളും നല്ല മനുഷ്യന്. അയാൾ കേട്ട് എന്തുമ്മ പേര് ദൈപ്പാട്ടി ജണ്ടാള് സോഫ സെറ്റ് ദയിച്ച ജ്യൂസ് എല്ലാം കൊടുത്തിട്ട് കുടിക്കു ചൊന്ന എന്തുമ്മ പേര്. അപ്പൊ ചൊന്ന യൂസുഫ്, എന്റെ പേര് യൂസുഫ്. മാഷാ അല്ലാ, നീന് ನಾನು ഓണ്ട് ചങ്ങായി 1ാം ക്ലാസ് പിടിച്ചിട്ട് പ്രീ ഡിഗ്രിയോളം ഞങ്ങൾ ഒട്ടിക്കമേ. മാത്രമല്ല ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ആത്മസുഹൃത്തുക്കളാ, ഞങ്ങൾ ഭയങ്കര ചന്തത്തിലുള്ള. അങ്ങനെ
അങ്ങനെ നാണ് അവൻ്റെ ഒട്ടിക്ക് വന്ന് അങ്ങനെ ചൊന്ന വിഷയല്ല ചൊന്ന. അപ്പൊ നിന്റെ പേരെന്തരും അന്ന് കേട്ടയാൾ. അപ്പൊ അവൻ ചൊന്നൂല നിന്റെ പേര് യൂസുഫ്. അത് ചൊന്നപ്പോ കാക്കൊക്കെ ഭയങ്കര ഖുഷിയായി. മാഷാ അല്ലാഹ്, നല്ല പേര് യൂസുഫ് നബിന്റെ പേര്, നിന്റെ പേര്. അപ്പൊ അവൻ ചൊന്ന നോക്കൂ, നിന്റെ പേര് യൂസുഫ് നബിന്റെ പേര്. നിന്റെ പേരുള്ള ആ പേരിൽ യൂസുഫ് നബിന്റെ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ്. ഖുർആനിലില്ലേ? ഇല്ലേ? ഖുർആനിലുണ്ട്. 111 ആയത്തുണ്ട്, 111.